ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് പക്കാവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെരുംജീരകം ചതച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ബ്രെഡ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകരുത്, അപ്പോൾ കുറച്ച് വെള്ളം മാത്രം മതിയാവും. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. അതേപോലെ നമ്മൾ ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ കുറച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കുറച്ചെടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചീരപ്പക്കാവടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഇതേ ടേസ്റ്റ് വരുന്ന ഉള്ളിവടയുടെ റെസിപ്പിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പക്കവട പുറമെല്ലാം മൊരിഞ്ഞ് ഉള്ളിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഈ സമയമാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.